തുടർച്ചയായി 7 കതിനവെടികൾ ഗർജിച്ചു. വെടിയൊച്ച നാട്ടിലെങ്ങും മുഴങ്ങി. അതുകേട്ട് നാട്ടിലെങ്ങുമുള്ള കുട്ടികൾ ആർത്തുവിളിച്ചു. വാണങ്ങൾ ചേരകളായി പുളഞ്ഞു പാഞ്ഞു. കുട്ടികൾ വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങി വാണം കാണാൻ. കത്തിയ വെടിമരുന്നിന്റെ ഗന്ധം മയ്യഴിക്കു മുകളിൽ പരന്നു. പുത്തലത്തു കൊടികേറ്റി, പുത്തലത്തു കൊടികേറ്റി കുട്ടികൾ ആർത്തു വിളിച്ചു. രാജൻ ഉമ്മറത്തുനിന്ന് മുറ്റത്തേക്കും മുറ്റത്തുനിന്ന് നിരത്തിലേക്കും എടുത്തു ചാടി. വാണങ്ങൾ പിന്നെയും ചീറി. മാലപ്പടക്കങ്ങൾ അലറി. തായമ്പകയുടെ കോലാഹലം വയലും തെങ്ങിൻ തോപ്പും കെട്ടിടങ്ങളും കടന്ന് ദിനേശന്റെ വീട്ടിലുമെത്തി. എനിക്ക് പുത്തലത്തു പോണം, രാജൻ അമ്മയോട് പറഞ്ഞു. അവൻ അമ്മയെ അലട്ടി. അമ്മയുടെ പിന്നാലെ നടന്നു. ചേലത്തുമ്പിൽ തൂങ്ങി. ഞാൻ പോട്ടെ, ഉടനെ വരാം, അരമണിക്കൂറിനുള്ളിൽ വരാം. ദിനേശനെ കണ്ടു പഠിക്കണം നീ രാജാ. നീയോ ദിനേശനോ വലുത്? 2 ദിവസം കൂടി ക്ഷമിക്കടാ രാജാ, അമ്മമ്മ പറഞ്ഞു. എല്ലാ ദിവസവും ഞാൻ പോകും. തിറ തുടങ്ങിയാൽ എല്ലാ ദിവസവും ഞാൻ പോകും. 2 ദിവസം തിറ കാണാൻ പോകണം എടി ജാനു, അമ്മമ്മ പറഞ്ഞു. അടുത്ത കൊല്ലാമ്പോഴേക്ക് ബാക്കിയുണ്ടാകില്ല ഞാൻ. എൻ്റെ അവസാനത്തെ തിറയായത്. ദിനേശൻ എന്താ മിണ്ടാത്തത്? ജാനുവിൻ്റെ കൂടെ തിറ കാണാൻ വരുന്നോ? ജാനകി ദിനേശന്റെ ചുമലിൽ കൈവച്ചു. വെളുത്തുരുണ്ട നനുത്ത രോമങ്ങളുള്ള കൈത്തണ്ട കവിളിലുരുമ്മി. എല്ലുകൾ കോരിത്തരിച്ചു. കൈത്തണ്ടയിൽ കയറിപ്പിടിച്ചു. ചെണ്ടയും കുഴലുമായി കിഴക്കുനിന്ന് മലയന്മാർ വന്നു. മണ്ഡപങ്ങളിൽ നെയ്വിളക്കുകൾ എരിഞ്ഞു. അർദ്ധരാത്രി ചെണ്ടകുട്ടിയും കുഴല് വിളിച്ചും തളർന്ന മലയന്മാർ ഊട്ടുപുരയിൽ റാക്കു കുടിച്ച് ബോധം കെട്ടുറങ്ങി. വെന്ത അരിയുടെയും കാച്ചിയ പപ്പടത്തിൻ്റെയും റാക്കിൻ്റെയും ഗന്ധങ്ങൾ ഒന്നുചേർന്ന് ചുഴറ്റിയടിച്ചു. പുത്തലത്തമ്പലത്തിലെ തിറയുത്സവം നാടിൻ്റെ മുഴുവൻ ഉത്സവമാണ്. കുംഭമാസത്തിലെ ചൂടിൽ വിയർത്തു തളർന്നു കിടക്കുന്ന മയ്യഴി ഉണരുന്നു. സട കുടയുന്നു. കണ്ണുകളിൽ ആർത്തിയുമായി കള്ളുഷാപ്പുകളിൽ നിരങ്ങുന്നു. വേശ്യകളെ പരിരംഭണം ചെയ്യുന്നു. കഞ്ചാവ് വലിക്കുന്നു. കറുപ്പു തിന്നുന്നു. സ്റ്റേഷൻ റോഡിൽ നിന്ന് 1 ഫർലോങ് അകലെയാണ് ക്ഷേത്രം. ക്ഷേത്ര പരിസരങ്ങളിൽ കച്ചവട സ്ഥലങ്ങൾ മണ്ണിൽ നിന്ന് മുളച്ചു വരുന്നു. കൊടികേറ്റുന്നതിന് ആഴ്ചകൾക്ക് മുൻപ് ചന്തകൾക്കുള്ള സ്ഥലം ലേലം വിളിക്കുന്നു. സ്ഥലത്തെ മുഴുവൻ കച്ചവടക്കാർ എത്തുന്നു. തൊഴിലില്ലാതെ തെണ്ടി നടക്കുന്നവർ എത്തുന്നു. ചതുരശ്ര അടികളും ചതുരശ്ര വാരകളുമായി മണ്ണ് വീതിക്കുന്നു ഭീമമായ വാടകയ്ക്ക്. ചായക്കട മുളയ്ക്കുന്നു, വളക്കട മുളയ്ക്കുന്നു, മുച്ചീട്ടു കടകൾ മുളയ്ക്കുന്നു. മേസ്ത്രി നാണു, മേസ്ത്രി ലൂക്കോസ് തുടങ്ങിയവർ രാപ്പകൽ അന്യേ റാക്കു കുടിച്ച് ബോധം കെട്ടു തയ്ക്കുന്നു.